പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ അള്ളാഹു ഇങ്ങനെ ഒരു സംവിധാനങ്ങളൊക്കെ വെച്ചത് അള്ളാഹുവിനെ അറിയാം നമ്മൾ എന്തായാലും തെറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഓഫറുകൾ അള്ളാഹു തആല തരുന്നത്. ഈ ഒരു റമദാനും ഒറ്റയിട്ട രാവെല്ലാം നമുക്ക് നൽകുന്നത് അള്ളാഹുവിനെ അറിയാം എന്റെ അടിമകൾ എന്തായാലും തെറ്റിലേക്ക് പോകുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് അള്ളാഹു മഗ്ഫിറത്തിന്റെ വലിയ കവാടം തുറക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ നമ്മൾ മഗ്ഫിറത്തിന് വേണ്ടി കൂടുതൽ ചെലവഴിക്കേണ്ട സമയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ മുന്നിൽ കുറഞ്ഞ ദിവസങ്ങൾ, ആകെ 3 ഒറ്റയിട്ട രാവുകളെ നമുക്കുള്ളൂ. ഇന്ന് 25ാമത്തെ രാവാണ്. ഒരുപാട് പണ്ഡിതന്മാര് 25ാം രാവ് അത് ലൈലത്തുൽ ഖദർ കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന രാവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഖദർ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, തീരുമാനിക്കുന്ന ഒരു ദിവസവും കൂടിയാണ്. അപ്പൊ അള്ളാഹുവിനോട് കൂടുതലായി ഇബാദത്ത് ചെയ്യുകയും അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കുകയും ചെയ്യേണ്ട സമയങ്ങളാണ് ഈ വരുന്ന ഓരോ ദിവസവും നമ്മുടെ മുന്നിലുള്ളത്. അല്ലാഹു തആല കൂടുതലായി നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സമയം അധികരിച്ചതുകൊണ്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. മഹാനായ ഒറ്റ ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ തആല റളിയല്ലാഹു, നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നതാണ്. അതിന്റെ മുമ്പ് മഹാനായ ഈ അടുത്ത് ഇന്ന് കണ്ട ഒരു വിഷയമായിരുന്നു മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു. ആ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന സമയത്ത് അവിടുന്ന് അമ്പ് ചെയ്തു. അവിടുന്ന് വഫാത്തിനോട് മല്ലടിച്ച് നിൽക്കുന്ന സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല ഹുദൈഫ, നിങ്ങൾക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മുനാഫിഖീങ്ങളുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. കാപ്പട്യം, അതായത് ഉള്ളിൽ മറ്റൊരു സ്വഭാവം, പുറത്ത് ഈമാൻ നടിച്ച് കാണിക്കുകയും ഉള്ളിൽ നിഫാഖ്, കാപ്പട്യം വെച്ച് പുലർത്തുന്ന ഒരു രീതിക്കാണ് നമ്മൾ മുനാഫിഖ് എന്ന് പറയുന്നത്. അപ്പൊ ആ മുനാഫിഖിന്റെ ലിസ്റ്റിൽ ആലോചിച്ച് നോക്കി, മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? അവിടുത്തെ ജീവിതം ഇസ്ലാമിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുകയും ഇപ്പോഴും ഹബീബായ തങ്ങളെ കൂടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാമനീഷി ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദിക്കുകയാണ്, ഓ ഹുദൈഫ തങ്ങളെ, നിങ്ങൾ